1100 രൂപ, ഒരു 550 രൂപ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ അനിയൻ്റെ കയ്യിൽ കുറച്ച് ലൂറുകളുടെയും ഷാഡുകളുടെയൊക്കെ കളക്ഷൻ ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ചെമ്മീൻ പോലെ ഇരിക്കണത്. ഇതിൻ്റെ പേര് ഷ്രിമ്പ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോൾ ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കേട്ടിട്ടും കൂടിയാണ് ഇതിന് പിടിക്കാനായിട്ട് മീൻ വരുന്നത്. അപ്പോൾ ചെമ്പല്ലി, കാളാഞ്ചി, വറ്റയൊക്കെ പിടിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം കൊണ്ടും നമുക്ക് ചെമ്പല്ലി, കാളാഞ്ചി, വറ്റയൊക്കെ പിടിക്കാൻ പറ്റിയതാണിത്. ഹവാസിൻ്റെ, പിന്നെ കസാൻ്റെ, ഇതൊക്കെ നമുക്ക് ചെമ്പല്ലി, കാളാഞ്ചി, വറ്റയൊക്കെ പിടിക്കുന്ന സംഭവമാണ്. ഇത് കൂടാണ്ട് തന്നെ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കാണുന്നത് ലൂർ എന്ന് പറയുന്നതിന്, ഇതിന്റെ പേര് പറയാൻ എൻ്റെ വായി കൊള്ളൂല. അപ്പോൾ അത് അനിയൻ തന്നെ പറയും. അത്യാവശ്യം ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ലൂറുകളാണ് ഈ മുകളിൽ കിടക്കുന്നത്. ഇത് സ്കൗട്ടർ എന്ന് പറയും. അത്യാവശ്യം 40 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. ഡൈവിഡ ലൂറാണ്. ഡൈവിഡ മോർ ദാൻ സ്കൗട്ടർ എന്നാണ് കറക്റ്റായിട്ട് പറയുന്നത്. അതിൻ്റെ മൾട്ടി കളറാണ് ഈ കിടക്കുന്നത്. പിന്നെ അടുത്തത് എക്സ്ലാഷ്, പിങ്ക് ഐവാഷി എക്സ്ലാഷ്. പിന്നെ കസാൻ്റെ അൾട്രാമിനു ഗോൾഡ്, സെർക്കിൻ്റെ ബാര എക്സ്, അതാണ് അടുത്തത്. ബാര എക്സ് പ്രോയാണ് കേട്ടോ. പിന്നെ അത് ലൂക്കാനയുടെ സ്പാരോ. പിന്നെ ഇത് ലൂസണ്ടോ. ഇത് നമുക്ക് ലോങ് കാസ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഈ 49 ഗ്രാമിൻ്റെ ആൽക്കോൻ്റെ പോപ്പർ, റോസ്ട്രാ പോപ്പർ. ഇത് പറ്റ വാഴമീൻ അതൊക്കെ ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് നോബിയുടെ ടോപ്പ് വാട്ടർ പോപ്പറാണ്. ഈ ടോപ്പ് വാട്ടർ എന്ന് പറയുമ്പോൾ പുറമേയുള്ള മീനെ പിടിക്കാനായിട്ടല്ലേ? പുറമേയുള്ള മീനല്ല, വെള്ളത്തിന് ഉപദ്രവത്തിലുള്ള മീൻ. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏത് മീനാണോ ഒന്ന് അടിക്കണേന്ന് പറയാൻ പറ്റില്ല. ഈ ലൂറുകളെല്ലാം ടോപ്പ് വാട്ടറിലോട്ട് പോരുള്ളൂ. ഈ കാണുന്ന ലൂറൊക്കെ വെള്ളത്തിന് മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ലൂറുകൾ, താഴത്തോട്ട് സിങ്ക് ചെയ്യൂല. ഇതൊക്കെ സിങ്കിങ് ആണ്. സിങ്കിങ് ആണെങ്കിൽ തന്നെ നമുക്ക് 2 രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മുകളിൽ കൂടിയും വലിക്കാം, താഴത്തോടെയും വലിക്കാം. ഇതൊക്കെ എല്ലാം സിങ്കിങ് ആയിട്ട് പോകും. വെള്ളത്തിൽ മുങ്ങിക്കോളും. ഇതൊക്കെ മുങ്ങിപ്പോവും. പല പല ടൈപ്പ് ഉണ്ട്. ഇതൊന്നും വെള്ളത്തിൽ മുങ്ങൂല. ഇതൊന്നും വെള്ളത്തിൽ മുങ്ങിപ്പോവില്ല. ഇതൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വയ്ക്കുന്ന ലൂറുകളാണത്. പല പല മീത്തിനും പല പല ലൂറുകളാണ് ഇട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്യൂവിൻ്റെ പെൻസിൽ ലൂറ്. ഇത് സ്ട്രോമിൻ്റെ പെൻസിൽ ലൂറ്. ഇത് സാപ്പാൽ എന്ന് പറഞ്ഞൊരു ലൂറാണത്. ടോപ്പ് വാട്ടറാണത്. പെൻസിൽ ലൂറാണത്. പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ സ്പൂണുകളും ജിഗുകളും. ഇതിൻ്റെ പേരാണോ സ്പൂണെന്ന്? അതൊക്കെ സ്പൂണുകളും. അതിൽ ഹാൻഡ് മെയ്ഡും ഉണ്ട് കേട്ടോ. കുറച്ച് ഹാൻഡ് മെയ്ഡ് ലൂറുകളുണ്ട്. ഉപയോഗിക്കാം. കുറേ മീനൊക്കെ പിടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ. ജപ്പാരുടെ ലൂറുകൾ. ഇതൊക്കെ ഡെക്കാത്തലോണുള്ള കാപ്പർലാൻഡ് ലൂറുകളാണ്. അതൊക്കെ 40 ഗ്രാം കാപ്പർലാൻഡ് ലൂറുകളാണ് ഇത് കാണുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഡുയോൻ്റെ ജെർക്ക് ബൈറ്റാണ് മുകളിലിരിക്കുന്നത്. യെല്ലോ വൈറ്റ് റെയിലേഴ്സിൻ്റെ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന സ്ട്രൈക്കർ 120. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സെക്ഷനാണ്. ഇതിൻ്റെ പേര് ഷാഡ് എന്നാണ്. ഈ ഷാഡ് വിഭാഗത്തിൽ പെടുന്നതാണ് ഈ മീനുകളെല്ലാം. ചെമ്മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷാഡിൻ്റെ പേര് പറയാനാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് കൺഫേം അല്ല.
അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷാഡുകളാണ്. ഇതൊക്കെ ചേസ് പെയ്റ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞ ചെറിയ സൈസ് സ്ട്രിമ്പ്, നമ്മുടെ ഈ കാരച്ചിമ്മിനൊക്കെ പുള്ളിയിരിക്കുന്ന സ്ട്രിമ്പാണത്. ഇത് ലൂക്കാനയുടെ സ്ട്രിമ്പാണത്. ഇത് ചേസ് വെയ്റ്റിൻ്റെ നമ്മുടെ ആ നാരഞ്ചിമ്മിനൊക്കെ ഇല്ലേ അതിൻ്റെ അത്യാവശ്യം വെയിറ്റ് കൂടിയത്. അത്യാവശ്യം കാളാഞ്ചി ചെമ്പല്ലിയൊക്കെ നല്ല രീതിക്ക് പിടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഈ സ്ട്രിമ്പ് എന്ന് പറയുന്നത്. കറുപ്പ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ സീമൻ്റെ ഡീസൽ മീനു പേൾ വൈറ്റ് ട്രിഗറക്സിൻ്റെ ഷാഡ്. ഈ ഷാഡ് ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ വാലിങ്ങനെ കറങ്ങും അല്ലേ? ഇത് സാധാരണ JB ഷാഡുകൾ 2 എണ്ണം, നോയബിയുടെ ഷാഡ്. ഇതൊക്കെ സാധാ എൻ്റെ പേരൊക്കെ മറന്നു ഇതിൻ്റെയൊക്കെ. ഈ കാപ്പർലാൻഡ ഷാഡുകളാണ് ഇതൊക്കെ. ഇതും കാപ്പർലാൻഡ് റെഡ് ഹെഡ് വന്നത്. നമ്മുടെ JB ഷാഡ് റെഡ് ഹെഡ് വൈറ്റ് ഷാഡ്. ഫയർ ടൈഗറിൻ്റെ ചെറിയ ഷാഡ്, റെഡ് ഹെഡ് ഷാഡ് ചെറിയ സൈസ്. പിന്നെ ഈ വാലവളം ഷാഡ് കുറച്ച് കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം പറ്റ ചെറിയ മീനുകളെയൊക്കെ പിടിക്കാൻ പറ്റിയത്. പിന്നെ ഇത് പാലാങ്കണ്ണിയൊക്കെ പിടിക്കാൻ പറ്റിയ ചെറിയ രീതിയിലുള്ള ഷാഡ്. ആ ഷാഡ് ഇനിയും ഇരിപ്പുണ്ടായിരുന്നു. ഞാനിപ്പോൾ കൊളുത്തി വെച്ചതായി ഒരെണ്ണമുള്ളൂ, ബാക്കിയൊന്നും എടുത്ത് വെച്ചില്ല. ഷാഡുകൾ ഇനിയും കാണുന്നത് ചെറിയ രീതിക്ക്. അതിപ്പോൾ ഇതും അത്യാവശ്യം പാലാങ്കണ്ണിയൊക്കെ പിടിക്കാൻ പറ്റിയതാണ് ചെറിയ രീതിയിൽ. ഇതിപ്പോൾ ഏകദേശം ഒരു ചാക്കി കെട്ടാനുള്ള സംഭവം ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വിലയും കൂടി അറിയണ്ടേ. അവൻ ഇങ്ങനെ തിരിച്ച് കാശ് കിട്ടുമ്പോൾ മേടിച്ച് വെച്ചേക്കണത് കുറേ വർഷങ്ങളായതുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ നമുക്ക് വിലയൊക്കെ മറന്നു പോയി. എന്നാൽ ഏകദേശം ഇതിൻ്റെ വിലയൊക്കെ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. 750 റേഞ്ചൊക്കെ വരും ഇത് 2 എണ്ണം. ഇതൊക്കെ ഏകദേശം ഒരു 300 രൂപ ആ റേറ്റൊക്കെ വരും. ഇത് കപ്പർലാൻഡ 2 ഷാഡും കൂടി അന്ന് ഞാൻ മേടിക്കുമ്പോൾ ഏകദേശം 400-450 അങ്ങോട്ടൊക്കെയായിരുന്നു. ഇത്രയാണെന്ന് എൻ്റെ ഓർമ്മ. ആ സാധനം ഇങ്ങനെ തളർന്ന് കിടക്കുള്ളൂ കേട്ടോ. ഈ ഷാഡുകളൊക്കെ രണ്ടും റബ്ബർ പോലെ 80 രൂപ ആ റേറ്റൊക്കെയാണ്. ഈ കാപ്പർലാൻഡ് വന്നത് ഏകദേശം 150 രൂപ ആ റേറ്റൊക്കെയാണെന്ന് എനിക്ക് തോന്നണം. പിന്നെ ഈ ഷാഡുകളെല്ലാം ഒരു 50-60 രൂപ വരുന്ന ഷാഡുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഒരു 40 രൂപ റേറ്റൊക്കെ വരുള്ളൂ. ഇതൊക്കെ ഒരു 35 രൂപ ആ റേറ്റിൽ വരുന്ന ഷാഡുകളാണ് ഇതെല്ലാം. പിന്നെ ഇത് ഡീസൽ മെനു. ഇതിൻ്റെ ഈ ഹുക്ക് ഇല്ലാണ്ട് നമുക്ക് ഈ ഷാഡ് മാത്രം ഏകദേശം 100 രൂപ 110 രൂപ ഏകദേശം വരും ഈ സാധനത്തിൽ. ഈ വില വ്യത്യാസം വന്നാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലൂസ് മേടിക്കണതും പാക്കറ്റ് മേടിക്കണം തമ്മിൽ വില വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതൊരു 50-60 രൂപയൊക്കെ വരും ഈ ഷാഡ്. ഈ ഷാഡും ഒരു 50-60 രൂപ ആ ഷാഡ് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. ഇത് 40-50 രൂപ ഇത് വരുന്നുണ്ട്. ഇതും അതൊക്കെ തന്നെ. ഇതൊരു 80 രൂപ വരുന്നുണ്ട് ഷാഡ്. ഇതൊക്കെ തന്നെ ഒരു 50 രൂപ റേറ്റ് വരുന്ന ഷാഡുകളാണ് ഇതൊക്കെ. പിന്നെ കൂടുതൽ പൈസ വരുന്നത് ഈ സംഭവത്തിനൊക്കെയാണ് അല്ലേ? ലൂറിനാണ് പൈസ കൂടുതൽ വരുന്നത്. ലൂറിൽ ഇതിപ്പോൾ ഷ്രിമ്പ് തന്നെ ഇപ്പോൾ 750 റേറ്റ് ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഈ ഒരു ഷ്രിമ്പ് എത്ര പൊട്ടി പോയിട്ടുണ്ടാവും പല ആൾക്കാരുടെ. ഇത് വരുന്നത് നമ്മുടെ സ്കൗട്ടർ വരുന്നത് അത് ഏകദേശം 1800 രൂപ പല റേറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ഒരു 1630 രൂപക്കൊക്കെ മേടിച്ചതാണത് ഈ സാധനം. ഏറ്റവും കൂടിയ വിലയാണ്? അല്ല അപ്പോൾ അതിനും കൂടുതലൊക്കെ ഉണ്ട്. അല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ വില അതിനാണോ? അല്ല, അതിപ്പോൾ ഈ എക്സ്ട്രാഷനാണത്. എക്സ്ട്രാഷൻ 1800 രൂപയുണ്ട്. അതുകൊണ്ട് ഒരുപാട് മീനും പിടിച്ചിട്ടുണ്ട് കേട്ടോ. വില കണക്ക് ചെയ്യണ്ട. സാൾമനൊക്കെ പിടിച്ചേക്കണത് ഈ എക്സ്ട്രാഷൻ വെച്ചിട്ടാണ്. പിന്നെ കസാൻ ഇപ്പോൾ കിട്ടാനില്ല, കമ്പനി നിർത്തി. കസാൻ്റെ അൾട്രാമിന് കിട്ടാനില്ല. അൾട്രാമിന് ഇപ്പോൾ ഏകദേശം ഞാൻ മേടിക്കുമ്പോൾ ഒരു 550 രൂപ ആ റേറ്റിലൊക്കെയാണ്. ഇപ്പോൾ അത് 10,000 രൂപ ഒരു സെക്കൻഡ് മേടിക്കാൻ ആൾക്കാരുണ്ട്. ഇതൊരു 1050 രൂപ വരും ബാരാക്സ് വന്നത്. ഇത് 500 സംതിങ് അങ്ങോട്ടൊക്കെയാണ് തോന്നുന്നത്. ഞാൻ ഓർക്കണില്ല അതിൻ്റെ റേറ്റ്. അത് 400-450 രൂപ റേറ്റ് ആയിട്ടാണ് സ്പാരോ വരുന്നത്.
ഇതും 450 രൂപ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ആൽക്കോൻ്റെ കോപ്പർ 500 രൂപ ഇങ്ങോട്ടൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. നോബിയുടെ ഇത് 300-350 രൂപ റേറ്റൊക്കെ വരും. ഇത് ഒരു ഡിവോൻ്റെ പെൻസില് 1300 രൂപ വരും. ഇതൊരു 300 രൂപ 400 രൂപ ആ റേറ്റൊക്കെ വരും. ഇതൊരു 200 രൂപ വരും. ഈ സാധനങ്ങളൊക്കെ ഏകദേശം നിസ്സാര വിലയല്ല, 100-300 രൂപ റേറ്റൊക്കെ തന്നെ വരും. പല വില ഒക്കെ നേരത്തെ മേടിച്ചാൽ വില കറക്റ്റായിട്ട് അറിയില്ല. ഇതൊക്കെ ഒരു 150 രൂപ ഈ ക്യാപ്പർലാൻ്റെ ഇത് വന്നത്. ഇത് 550 രൂപ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടാവും, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. റിയാലിസ് ഒരു 1100 റേറ്റൊക്കെ വരും. ഇതൊരു 120ക്ക് ഏകദേശം 550 രൂപ. പാരാമാജിക്കും 120 ഒരേ റേറ്റൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒരേ റേറ്റാണ്. പിന്നെ ഹവാസും ഏകദേശം ആ റേറ്റൊക്കെ തന്നെ ഉണ്ടാവും. ഒരു 500 രൂപ ആ റേറ്റൊക്കെ വരും. 3 ഹവാസൊക്കെ ആ റേറ്റൊക്കെ തന്നെ. ഇതൊരു 750 രൂപ റേറ്റൊക്കെ വരും. നമ്മുടെ ഷാഡോ റാപ്പ് ഇതും ഏകദേശം ആണെന്ന് മേടിക്കുമ്പോൾ ഒരു 730 രൂപ ഒരു സ്ട്രിമ്പ് 750 ആ റേറ്റൊക്കെ വരും. ഇത് അബൂൻ്റെ ലൂറ് 500 സംതിങ് അങ്ങോട്ടൊക്കെ ആയിരുന്നു ഞാനൊന്ന് മേടിക്കുമ്പോൾ. ഇതൊക്കെ ലോക്കൽ ലൂറുകളാണ്. ഇതൊക്കെ വല്ല 100 രൂപ 80 രൂപ ഇതൊക്കെ വല്ല 100 രൂപയൊക്കെ വരുള്ളൂ. ഇതൊരു 330 രൂപ അങ്ങോട്ട് പറ്റുന്നുണ്ട്. ഈ ചെറിയ ലൂറ് ഇഷ്ടംമാരെ പറ്റടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ 180 രൂപ റേറ്റൊക്കെ തന്നെ ലോക്കൽ ലൂറുകളാണ് രണ്ടും. പിന്നെ ഈ കോപ്പികൾ, ഈ കാണുന്ന കോപ്പികൾ 1, 2, 3, 4, 5 ഈ 5 ഏകദേശം ഒരു 200 രൂപ റേറ്റിലാണ് ഒരേന്നെ മേടിക്കുന്നത്. ഇത് 200, ഇത് 200, ഇത് 200, ഇത് 200. ഇത് ജാക്കോൾ വന്നു കഴിഞ്ഞാൽ 400 രൂപ റേറ്റിലൊക്കെ കോപ്പി എടുത്താണ് ഞാൻ ഇന്നെടുത്താണ്. ഇതൊക്കെ ബീച്ച് വാക്കറിൻ്റെ കോപ്പി 300-350 രൂപക്കൊക്കെയാണ് ബീച്ച് വാക്കറിൻ്റെ കോപ്പി 3 വന്നത്. ഇത് നമ്മുടെ സാധാ ഫ്രോഗ് ലൂറുകൾ 250-300 രൂപ റേറ്റുള്ള ഫ്രോഗ് ലൂറ്. ഇതും ആ റേറ്റൊക്കെ തന്നെ. ഈ തവളേനിട്ട് എന്തെന്നാ പിടിക്കണം? ചെറുമീൻ, ബ്രാലി, വാഗ അങ്ങനെയുള്ള മീനുകൾ പിടിക്കുന്നത്. ചെറുമീനുകൾ പിടിക്കുന്ന ഉപയോഗിക്കുന്നത്. ഈ ഫ്രോഗുകളൊക്കെ 180 രൂപ 150 രൂപ റേറ്റൊക്കെ വരുന്നുള്ളൂ. ഇത് ഏകദേശം 300 രൂപ റേറ്റൊക്കെ വരുന്ന ലൂറുകളാണിത്. കൂന്തൽ പോലത്തെ സ്ക്വിഡ് എന്നാ പറഞ്ഞാൽ അത്യാവശ്യം വലിയ കറുപ്പിനെ പിടിക്കണതൊക്കെ. ചില നേരത്തൊക്കെ കാളാഞ്ചൊക്കെ കയറി അടിക്കും സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അത് നീ ഉണ്ടാക്കിയെടുത്തന്നല്ലേ പറഞ്ഞു. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇതിന് ചിലവില്ലല്ലോ. നമുക്ക് ഹുക്കിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ അത്യാവശ്യം വുഡ് വെച്ചും മരം വെച്ചും പിന്നെ ഈ അക്കറിലേക്കിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഷീറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടണത്? അതിപ്പോൾ എറണാകുളത്ത് എവിടെ കട? എറണാകുളത്ത് ഒരുപാട് കടകളുണ്ട്. പല കടകളിൽ നിന്നൊക്കെ മേടിക്കും. എറണാകുളത്തു നിന്നും വൈപ്പിൽ നിന്നും ആലുവ ഭാഗത്ത് പല ഇപ്പോൾ ചൂണ്ടക്കടകൾ എന്നും പറഞ്ഞിട്ട് ഇഷ്ടംമാരെ കടകളുണ്ട്. ഇപ്പോൾ തന്നെ എളമക്കര സൗബിനും വിനിയൊക്കെ നടത്തുന്ന ടാക്കിൾ ടിപ്സ് ഉണ്ട്. പ്രത്യേകമായ നന്ദി പറയേണ്ടത് അനിയനോടാണ്. ഒരു ദിവസത്തെ വീഡിയോ എനിക്ക് റെഡിയാക്കി തന്നാണ്. അനിയൻ്റെ പേര് ജിതിൻ എന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതലും മീൻ പിടിക്കാനുള്ള ക്രേസ് ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.